ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് 2008 നവംബർ 26 മുംബൈയിൽ നടന്നത്. മരിച്ചു വീണത് നമ്മുടെ സൈനികരടക്കം 166 പേരാണ്. രാജ്യം വിറങ്ങലിച്ചു നിന്ന ആ ദിവസങ്ങൾക്ക് 17 ആണ്ടിനിപ്പുറം ഇന്ന് സാമ്പത്തിക തലസ്ഥാനത്തെ ചോരയിൽ മുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരുവൻ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു. ദീർഘകാലമായുള്ള ഈ ആവശ്യം നടപ്പായത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയമായി കൂടി വിലയിരുത്തപ്പെടുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്നുണ്ട്. റാണയുടെ എക്സ്ട്രാഡിഷൻ ഇതിൽ പലതിൻ്റെയും ഉത്തരത്തിലേക്കും വഴി തുറക്കും. ആരാണ് തഹാവൂർ റാണ? ഒരു മുൻ പാകിസ്ഥാനി സൈനിക ഡോക്ടർ എങ്ങനെ കൊടും തീവ്രവാദിയായി മാറി? RDX പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ലഷ്കർ ബന്ധമുള്ള റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യൻ വാദം അംഗീകരിച്ച റാണയെ കൈമാറാൻ 2023 മെയ് 18 അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ റാണ നടത്തിയത് 1.5 പതിറ്റാണ്ടുകാലത്തെ നിയമയുദ്ധം. ഫെഡറൽ കോടതികളെല്ലാം തള്ളിയറിട്ട് ഒടുവിൽ അമേരിക്കൻ സുപ്രീം കോടതിയും തള്ളി. 2025 ജനുവരി 25 റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതി അനുമതിയും നൽകി. അവിടെയും തീർന്നില്ല. വിധി ചോദ്യം ചെയ്ത് റാണ അടിയന്തര അപേക്ഷ നൽകി. അതും തള്ളി. റാണയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇന്ത്യയിൽ സ്വേച്ഛാധിപത്യ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണെന്നും ന്യായമായ വിചാരണയ്ക്കുള്ള റാണയുടെ അവകാശം ഇല്ലാതാക്കും, പാക് ബന്ധം റാണയുടെ ജീവന് ഇന്ത്യയിൽ ഭീഷണി സൃഷ്ടിക്കുമെന്നെല്ലാം റാണയുടെ അഭിഭാഷകർ വാദിച്ചിരുന്നു. ഇതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റിനെ രാജ്യത്തെത്തിക്കാനായിരിക്കുന്നു. ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് നോക്കാം ആരാണ് തഹാവൂർ റാണ എന്നതടക്കമുള്ള വിവരങ്ങൾ. 2008 മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനാണ് തഹാവൂർ റാണ. ഇസ്ലാമാബാദിലെ സമ്പന്ന കുടുംബത്തിലാണ് തഹാവൂർ റാണയുടെ ജനനം. ഹസൻ അബ്ദുൾ കേഡറ്റ് കോളേജിൽ പഠനം. പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ ഡോക്ടർ കൂടിയായിരുന്നു തഹാവൂർ റാണ. പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്പിൽ ജോലി. 1990 കാനഡയിലേക്ക് കുടിയേറി പൗരത്വം സ്വീകരിച്ചു. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി. ചിക്കാഗോയിൽ ഇമിഗ്രേഷൻ ആൻഡ് വിസ ഏജൻസി ആരംഭിക്കുകയും ചെയ്തു തഹാവൂർ റാണ. പിന്നീട് ഭീകരവാദത്തിലേക്ക് വരികയാണ്. കോളേജ് പഠനകാലത്തെ സൗഹൃദങ്ങൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുപ്പിച്ചു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അമേരിക്കയിലുണ്ട്. അങ്ങനെ ആ സൗഹൃദം തുടർന്നു. അതിനുശേഷമാണ് മുംബൈ ആക്രമണത്തിലേക്ക് വരുന്നത്. ഗൂഢാലോചന ആരംഭിച്ചത് 2005 ലഷ്കർ ഇ ത്വയ്ബ, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി ഭീകര സംഘടനകളുമായാണ് ഉള്ള ബന്ധത്തെ തുടർന്നാണ്. ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ സംഘടിപ്പിച്ചു കൊടുത്തത് തഹാവൂർ റാണയാണ്. മുംബൈയിൽ ഇമിഗ്രൻ്റ് ലോ സെൻറ്റർ ആരംഭിക്കുകയും ചെയ്തു. ആസൂത്രണ സമയത്ത് ഭാര്യയ്ക്കൊപ്പം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. 2008 നവംബർ 13 21 ഇടയിലാണ് ഹാപൂർ, ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ്, മുംബൈ എന്നിവിടങ്ങളിലെത്തി. പിന്നീട് കേരളത്തിൽ കൊച്ചിയും സന്ദർശിച്ചു. ഇന്ത്യയിൽ വെച്ച് ഹെഡ്ലിയുമായി 200-ലേറെ തവണ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കിയതിൽ കൂട്ടാളിയായാണ് തഹാവൂർ റാണ പ്രവർത്തിച്ചത്. മുംബൈ ഭീകരാക്രമണം 2008 നവംബർ 26 രാത്രി 9:30 നടന്നത്. 60 മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണത്തിൽ 22 വിദേശികളടക്കം 166 പേർ കൊല്ലപ്പെട്ടു. 9 ഭീകരരെ വധിച്ചു. അജ്മൽ കസം എന്ന ഭീകരനെ ജീവനോടെ പിടികൂടുകയും ചെയ്തു. താജ് ഹോട്ടൽ, CST റെയിൽവേ സ്റ്റേഷൻ അടക്കം ആക്രമിക്കപ്പെട്ടു. പാക് ഭീകരർ ഇന്ത്യയിലെത്തിയത് കടൽ മാർഗമായിരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് പിന്നാലെ US പിടിയിലാകുന്നു ഈ തഹാവൂർ റാണയും. അറസ്റ്റ് ഡെൻമാർക്കിലെ പത്രസ്ഥാപനം ആക്രമിക്കാനുള്ള പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെ തുടർന്നാണ്. മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച പത്രം ആക്രമിക്കാൻ FBI പിടികൂടിയതിന് FBI പിടികൂടിയതിന് പിന്നാലെ ഈ കേസിൽ 14 വർഷം ശിക്ഷിക്കപ്പെട്ടു. റാണ അറസ്റ്റിലായത് മുതൽ കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെ തഹാവൂർ റാണ കഴിഞ്ഞത് ലോസ് ആഞ്ചലസിലെ അതിസുരക്ഷാ ജയിലിലായിരുന്നു. 1962 ഒപ്പുവച്ചതാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി. അതനുസരിച്ച് 1962 എക്സ്ട്രാഡിഷൻ ആക്ട് പ്രകാരം നിയമസാധുത ഉണ്ട് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് കുറ്റവാളികളെ കൈമാറുന്നതിനുമായി. 48 രാജ്യങ്ങളുമായാണ് ഇന്ത്യക്ക് ഈ കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയുള്ളത്. 12 രാജ്യങ്ങളുമായി കുറ്റവാളി കൈമാറ്റ കരാറുമുണ്ട്. ഇരു രാജ്യങ്ങളുടെ അധികാരപരിധിയിൽ ചെയ്ത കുറ്റകൃത്യം തെളിയിക്കുക എന്നതും ആണ് ഈ കൈമാറ്റത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നത്. 2023 റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US കോടതി വിധി വന്നു. ഇന്ത്യയിലേക്കുള്ള കൈമാറ്റം തടയാൻ റാണ ഏറെ ശ്രമിച്ചു. US വിവിധ കോടതികളെ സമീപിച്ച് തടസ്സ ഹർജി നൽകി. കഴിഞ്ഞ നവംബർ 13 US സുപ്രീം കോടതിയിൽ, നവംബർ 21 സുപ്രീം കോടതി
ഹർജി തള്ളി. 2025 ജനുവരി 25 ഇന്ത്യക്ക് കൈമാറാനുള്ള വിധി വന്നു. ഏപ്രിലിൽ വീണ്ടും ഹർജി നൽകിയെങ്കിലും അതും തള്ളി. ട്രംപുമായി മോദി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായിരിക്കുന്നത്. സനീഷ്, ഈ കാര്യത്തിൽ മുൻ പ്രതിരോധ സെക്രട്ടറി GK പിള്ള പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ പറ്റിച്ചതാണ് എന്നുകൂടിയാണ്. കാരണം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ് ഇതിലെ മുഖ്യ ആസൂത്രകൻ. ആ മുഖ്യ ആസൂത്രകൻ എന്ന നിലയ്ക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരാൾ. അയാളെ കൈമാറാതെ ഈ തഹാവൂർ റാണയെ കൈമാറിയതിലൂടെ യഥാർത്ഥത്തിൽ കബളിപ്പിക്കുകയായിരുന്നു ഇന്ത്യയെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശവും ലേഖനവും ഒക്കെ വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് റാണയുടെ കൈമാറ്റത്തെ കാണാൻ? ഇപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള വളരെ വലുതുമായിട്ടൊരു വിഷയമാണ്. ഈ തരത്തിൽ കൂടുതലായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 17 വർഷമായി ഈ ആക്രമണം നടന്നിട്ടുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ രണ്ടുപേരും മാധ്യമപ്രവർത്തകരായി നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ തന്നെ ഇതിലൊരു കക്ഷിയായിരുന്നു. ഓർമ്മയില്ലേ? അതായത് രാത്രി മുഴുവൻ നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു. അതെ, നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു. ഞാനും അതെ. അത് മാത്രമല്ല, ഈ ആക്രമണം താജിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആക്രമികൾക്ക് എന്ന് വെച്ചാൽ തീവ്രവാദികൾക്ക് വലിയ ഉപകാരപ്രദമായി എന്ന് പറഞ്ഞിട്ട് മാധ്യമ വിമർശവും കൂടെ ഞാൻ ഓർക്കുന്നു. ഈ പറയുന്ന അജ്മൽ അമീർ കസബ്, അത് ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കുന്ന പേരുകളിൽ ഒന്നാണ്. ഏറ്റവും വലിയ ശത്രു ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിംബം. ഈ കസബിനെ തൂക്കിക്കൊന്നിട്ട് ജയിലിനകത്ത് തന്നെയാണ് സംസ്കരിച്ചത്. കാരണം അയാൾ ഒരിക്കലും പുറത്ത് അവശിഷ്ടമായിട്ട് പോലും ഉണ്ടാകരുത്, ഏതെങ്കിലും നിലക്ക് തീവ്രവാദികൾക്ക് വന്നു ചേരാവുന്നൊരിടമായിട്ട് മാറാൻ പാടില്ല എന്നതുകൊണ്ട് ഒസാമ ബിൻ ലാദനെ കടലിലെന്ന പോലെ അജ്മൽ കസബലിനെ ജയിലിനകത്താണ് സംസ്കരിച്ചത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട, ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ നടന്നിരിക്കുന്നതെന്ന് ഇന്ത്യക്ക് പൂർണ്ണമായി തന്നെയും അറിയാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള വിവരങ്ങളെല്ലാം തന്നെയും ഇതിനകം തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. എല്ലാ നൂലുകളും കൂട്ടിയിണക്കിയിട്ടും ഉണ്ടാകും നമ്മുടെ ഏജൻസികളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒറ്റ കല്ല് പോലും വെറുതെ വിടരുത് എന്നതുകൊണ്ട് തഹാവൂർ റാണയെ കൊണ്ടുവരാനുള്ള ശ്രമം അവിടെ CBIയുടെയും NIAയുടെയും സംഘങ്ങൾ 6 പേരോ മറ്റോ അവിടെ വർഷങ്ങളായിട്ട് അവിടെ തുടരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നമ്മൾ അറിയുമായിരിക്കും, ഒരുപക്ഷെ കുറേയേറെ നമ്മൾ അറിയാനും സാധ്യതയില്ല. പക്ഷേ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കുക, ഇവിടെ ചോദ്യം ചെയ്യുക, കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് എക്സ്ട്രാക്റ്റ് അത് ചോർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കൃത്യമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആ നിലക്ക് അതിനോട് സൂക്ഷ്മമായിട്ട് അറിയുന്ന നയതന്ത്ര ഇത്തരം സംഗതികളെല്ലാം കുറേ കൂടെ നല്ല ഗ്രാഹ്യമുള്ള പണ്ഡിതർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതുപോലൊരു സംഭവം ഒരിക്കലും രാജ്യത്തിനെതിരെ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വരവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്, തീർച്ചയായും. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ വിലയിരുത്തുന്നു. പക്ഷേ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ എന്തുകൊണ്ട് പറഞ്ഞു വിട്ടില്ല ഇന്ത്യയിലേക്ക് എന്നുള്ളത്, അദ്ദേഹം ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അവിടെ അറസ്റ്റിലായപ്പോൾ മൊഴി കൊടുക്കുന്ന സമയത്ത് ഇത് സത്യസന്ധമായി ഈ മൊഴികളൊക്കെ കൊടുക്കുന്നതിന് വെച്ച നിബന്ധനകളിൽ ഒന്ന് ഇന്ത്യയിലേക്ക് വിടരുത് എന്നുള്ളതായിരുന്നു അത്രേ. അതുകൊണ്ടാണ് കൈമാറ്റം ചെയ്യാതിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിശദീകരണങ്ങൾ വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ കാര്യത്തിലൊക്കെ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന്. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് ഇന്ത്യൻ വിജയമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാജ്യം 2 തലത്തിൽ നടത്തിയ നീക്കങ്ങളുടെ വിജയമാണിത്. ഒന്ന്, റാണയുടെ അഭിഭാഷകരുടെ സകല ന്യായവാദങ്ങളും അമേരിക്കൻ കോടതികളിൽ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. 2, നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ. ഇന്ത്യൻ മണ്ണിൽ വിതച്ചിട്ടുള്ള ഭീകരവാദത്തിൻ്റെ ഇനിയും പൊട്ടാത്ത കുഴിബോംബുകൾ നിർവീര്യമാക്കാൻ തഹാവൂർ റാണയുടെ കുറ്റവിചാരണ നമ്മളെ സഹായിക്കട്ടെ എന്ന് RDX ആശിക്കുന്നു. ഒപ്പം ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്തി വിദേശത്ത് അഭയം തേടുന്നവർക്കുള്ള ശക്തമായ താക്കീതായും അത് മാറട്ടെ.